നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഏഞ്ചൽസിന് എന്ത് മെസ്സേജാണ് ഇപ്പോൾ നിങ്ങൾക്ക് പാസ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ എന്താണ് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാർഡ് സോൾമേറ്റ് എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുമായിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ നമ്മളെ അറിയിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമുണ്ടാവും എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് ഇത് തന്നെയാണ് പറയുന്നത്, മാനിഫെസ്റ്റിംഗ് മിറാക്കിൾസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആഗ്രഹിച്ചത് അത് അടുത്ത് തന്നെ ഒരു റിയാലിറ്റി ആയി മാറും. അപ്പോൾ അതിനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു പോസിറ്റിവിറ്റിയോട് കൂടി തന്നെ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ഹൃദയം പറയുന്നത് നിങ്ങൾ കേൾക്കുക. ഓക്കെ, ന്യൂ ബിഗിനിങ് ആണ്. എ ന്യൂ അഡ്വെഞ്ചർ അവെയ്റ്റ്സ്, എംബ്രേസ് ഇറ്റ് ആൻഡ് ലിവ് യുവർ ഡ്രീംസ് പാഷനേറ്റ്ലി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാനായിട്ട് പോകുന്നു. അപ്പോൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിനകത്ത് ക്ലാഷ് ആയിട്ടിരിക്കുന്നവരോ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തിരിക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു പുതിയ തുടക്കം ഉണ്ടാവാനായിട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെയും ആ ഒരു ഡ്രീംസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 3 കാർഡ്സ് നോക്കിക്കഴിഞ്ഞാലും ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കാവും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഡീപ്പ് ഇൻ യുവർ ഹാർട്ട് യു ഓൾറെഡി നോ ദ ആൻസർ ടു വാട്ട് ഫീൽസ് റൈറ്റ്. തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത്, അതിൻ്റെ ഉത്തരം നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെയുണ്ട്. അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ചില കാര്യങ്ങളുടെ ഉത്തരം നമ്മളുടെ മനസ്സിനകത്ത് തന്നെ ഉണ്ടാവും, പക്ഷെ നമ്മളത് അറിയാതെ മറ്റു പലയിടത്തും തിരഞ്ഞുകൊണ്ട് നടക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഇന്നർ വോയിസ് പറയുന്നത് നിങ്ങൾ കേൾക്കുക. ഓക്കെ, ഫോർഗീവ്നെസ് ആണ്. സ്റ്റോപ്പ് ഫോക്കസിങ് യുവർ എനർജി ഓൺ പാസ്റ്റ് ഇവൻറ്റ്സ് ആൻഡ് ലൈഫ് ഈസ് ടു പ്രഷ്യസ് ടു വേസ്റ്റ്. യു ക്രിയേറ്റ് യുവർ റിയാലിറ്റി ബട്ട് വാട്ട് യു തിങ്ക്, ഡ്രീം ആൻഡ് ഇമാജിൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് തന്നെ ഉപേക്ഷിച്ച് കളയുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു റിയാലിറ്റിയിലേക്ക് നിങ്ങൾ വരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താണോ ആവശ്യം അതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, ഇമാജിൻ ചെയ്യുക. നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ആ ഒരു മനസ്സിൽ നിന്ന് ഹീൽ ചെയ്ത് കളയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മെസ്സേജസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് എല്ലാം മാറി പോസിറ്റീവായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തേക്ക് തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് അല്ലെങ്കിൽ ന്യൂ ബിഗിനിങ് എല്ലാം കടന്നു വരും എന്നുള്ളതാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ചെയ്യുക, യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കുക.